സോ എൻ്റെ പേര് മിത്ര, ഞാൻ സെൻറ്റ് ട്രീസസ് എന്നാണ് വരുന്നത്. സോ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളിൽ നിന്ന് ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സ് പിടിച്ച്, സോ അവർക്കെതിരെ എടുക്കുന്ന ലീഗൽ കോൺസിക്വൻസസ് എന്തെല്ലായിരിക്കും? ഒരു ആൻസൈറ്റി കൊണ്ട് ചോദിച്ചാണ്. നമ്മുടെ NDPS എന്നൊരു ആക്റ്റാണ് ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്റ്റാണ് ഇതിനെ നമ്മൾ ബേസ് ചെയ്യുന്നത്. നമ്മൾ അത് വെച്ചിട്ടാണ് പിന്നെ ഈ ഡ്രഗ് ഡീൽ ചെയ്യുന്ന ആളുകളെ നമ്മൾ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നാർക്കോട്ടിക് ഡ്രഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഡ്രഗ്സിന്റെ ഇതിലേക്ക് വരുന്ന കാര്യങ്ങളുണ്ട്. ഇത് ഈ ഗഞ്ച മീൻസ് കനാബിസ്, അതേപോലെ ഒപ്പിയം, കറുപ്പ്, ആ സാധനങ്ങളൊക്കെ തന്നെ പ്രകൃതിയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. അതിനെ പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലുള്ള സാധനങ്ങളുണ്ട് ഒരു സൈഡിൽ. മറ്റു ഭാഗത്ത് സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സുകളുണ്ട്. നമ്മളെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സാണ് സിന്തറ്റിക് ഡ്രഗ്സ് വരുന്നത്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് വരുന്നത്, സിന്തറ്റിക് ഒക്കെ വരുന്നത്. അപ്പൊ അതിന് ഓരോ കാര്യങ്ങൾക്കും ഓരോ രീതിയിലാണ് അതിന്റെ ശിക്ഷ വരുന്നത്. ഇപ്പോൾ ഒരു കഞ്ചാവ് കൈവശം വെക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് 1 കിലോയ്ക്ക് മേലെ കൈവശം വെച്ച് കഴിഞ്ഞാൽ 1 കിലോ വരെ 999 ഗ്രാം വരെ ഒരു ശിക്ഷയും, അതായത് വെയിലബിൾ ഓഫൻസ് ആണ്. അത് കഴിഞ്ഞാൽ 1 കിലോ മുതൽ 20 കിലോ വരെ ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതിന്റെ ശിക്ഷ 10 വർഷം വരെയുള്ള ശിക്ഷയാണ്, ജയിലിൽ കിടക്കുന്ന ശിക്ഷയാണ്. 20 കിലോയ്ക്ക് മേലെയുള്ള ഇതുപോലുള്ള ഡ്രഗുകൾക്ക് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ABC 3 ക്വാണ്ടിറ്റിയിലാണ് പോകുന്നത്. അതിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വരുവാണെങ്കിൽ മോർ ദാൻ 20 ഇയർ ആണ് അതിന്റെ പണിഷ്മെന്റ് വരുന്നത്. സമാനമായ രീതിയിൽ സിന്തറ്റിക് ഡ്രഗ് ആയി വരുന്ന സമയത്ത് MDMA പോലുള്ള സാധനങ്ങൾ കൈവച്ച് വെച്ച് കഴിഞ്ഞാൽ അത് 0.5 ഗ്രാമാണ് അത് ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി വരുന്നത്. അതിൽ 0.5 ഗ്രാമിന്റെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ 5 ഗ്രാമിന്റെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ 5 ഗ്രാമിന്റെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലാണ് വരുന്നത്. ഇതേ 20 വർഷം ശിക്ഷയാണ് അതിന് വരുന്നത്. ഇതിപ്പോ ബ്രൗൺ ഷുഗർ പോലുള്ളതാണെങ്കിൽ ഇത് 0.5 ഗ്രാം ഒക്കെയാണ് വരുന്നത്. ആ രീതിയിൽ സിന്തറ്റിക് ഡ്രഗിനൊക്കെ തന്നെ ഓരോ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഇതിന്റെ ശിക്ഷ വരുന്നത്. അതായത് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി, ഇപ്പോൾ ഓരോ MDMA ആണെങ്കിൽ അത് ഇപ്പോൾ ഒരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടത് വളരെ ചെറിയൊരു അളവിലുള്ളതായിരിക്കും. അതിനേക്കാൾ 0.5 എന്ന് പറഞ്ഞാൽ വലിയ അളവിൽ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അതിനൊക്കെ വെച്ചിട്ടാണ് ഇതിന് പിന്നെ ശിക്ഷകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ പ്രൊസീജിയറൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കയ്യിൽ നിന്ന് പിടിച്ചാൽ, വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ, അവർ വണ്ടിയിൽ നിന്ന് പിടിച്ചു വെച്ചാൽ വണ്ടി പോലും സർക്കാരിലേക്ക് കണ്ടു കിട്ടുന്ന രീതിയിലാണ്. അതുപോലെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ സ്വത്തുക്കൾ ഒക്കെ തന്നെ കണ്ടുകെട്ടാനുള്ള നടപടികൾ ഈ ആക്ട് പ്രകാരമുണ്ട്. ഏതെങ്കിലും സമയത്ത് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്ന